നമസ്കാരം ഫ്രം ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ. എൻ്റെ പുറകിൽ കാണുന്നത് ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനാണ്. ജമ്മു കാശ്മീരിലെ കത്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വന്ദേ ഭാരത് കഴിഞ്ഞ ദിവസം ചെനാബ് പാലത്തിൽ കൂടെ ഇവിടേക്ക് യാത്ര ആരംഭിച്ചിരുന്നു. ആ ട്രെയിനിൽ കയറി നമ്മൾ ശ്രീനഗർ എത്തിയിരിക്കുകയാണ്. ശ്രീനഗറിൽ ഈ കാണുന്ന വണ്ടിയിലാണ് ഇന്ന് നമ്മൾ പഹൽഗാം പോകുന്നതും പിന്നെ ഇവിടെ നിന്ന് ലഡാക്കിലേക്കൊക്കെ പോകുന്നതും. അപ്പോൾ ഇതെൻ്റെ സുഹൃത്ത് സുധീഷിൻ്റെയും ജോഷ്നയുടെയും വണ്ടിയാണ്. അവർ കേരള ഹൗസ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഹോം സ്റ്റേ ഒക്കെ നടത്തുന്ന ആൾക്കാരാണ് ഇവിടെ ലേയിൽ ലഡാക്കിൽ. അപ്പോൾ അവരുടെ കൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ പഹൽഗാം. ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ ഇത് പോലീസിന്റെ വണ്ടിയല്ല, ഇതെല്ലാം പോലീസിന്റെ വണ്ടിയാണ്. ഇതെല്ലാം ഇവിടെ ഫ്രണ്ടിൽ നോക്കി അകത്തേക്ക് വണ്ടികളൊന്നും കയറ്റത്തില്ല, പാർക്കിങ്ങിൽ മാത്രമേ വണ്ടി ഇടാൻ പറ്റുള്ളൂ. അകത്തേക്ക് റെസ്ട്രിക്ഷൻസ് ആണ്. ശരിക്കും നമ്മൾ എയർപോർട്ടിലൊക്കെ വന്നു പോകുന്ന പോലെയാണ്. പാർക്കിങ്ങിന് പൈസ കൊടുക്കണം, 30 രൂപ. അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി ടാക്സികളൊക്കെ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഭയങ്കര ചൂടാണല്ലോ. എന്ത് ചൂടാ ഇവിടെ. ലഡാക്കിൽ എന്താ അവസ്ഥ? ഇതിനടുപ്പിച്ചുള്ളൊരു കാലാവസ്ഥ ഇത്രയും ചൂടില്ല. ഇല്ല. എന്താ വേണ്ട? എന്താ വേണം? മഞ്ഞോ? മഞ്ഞ് കാണാൻ പറ്റുമോ സുധി? എവിടെങ്കിലും മഞ്ഞ് കാർദുംഗിൽ വരെ പോണം. കർദുംഗിലെ പോണം, ലേയിലെത്തണം. അല്ല കാർഗിലൊന്നുമില്ല. മറ്റേ പോകുന്ന വഴിക്ക് ബുംല പാസ് എന്തോ പാസ്സായിരുന്നു, എന്തോ പാസ്സായിരുന്നു, കാർഗിൽ പാസ്. ഒരു പാസിലും ഇല്ല, ഒന്നിനുമില്ല. മഞ്ഞില്ലേ? ഈ സൈഡിലേക്ക് ഇല്ല, ആ സൈഡിലുണ്ട്, ലേ സൈഡിലുണ്ട്. ഓ കേട്ടാ മതി, അത് മാത്രം എനിക്ക് കേട്ടാ മതി. അമ്മ കേട്ടല്ലോ ഋഷി പറഞ്ഞ എന്താന്നുള്ളത്. എടാ അബി കേട്ടല്ലോടാ ഋഷി എന്നാ പറഞ്ഞെന്നുള്ളത്. ഋഷി പറയാണ് ട്രെയിനിലിരുന്ന് മതിയായി എന്നുള്ളത്. അടിപൊളി, അത്രേ ഉള്ളു. അപ്പോൾ നമ്മൾ പഹൽഗാം പോവാണ്. നമ്മൾ ശരിക്കും ശ്രീനഗറിന്ന് ഏകദേശം ഒരു 80 കിലോമീറ്റർ ദൂരമുണ്ട് പഹൽഗാമിലേക്ക്. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ ജമ്മു ആ ഹൈവേ അല്ലേ, NH44, അതായത് ഇന്ത്യയിലെ ലോങ്സ്റ്റ് ഹൈവേ ആയിട്ടുള്ള ആ ഒരു കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെയുള്ള ആ ഒരു NH44 കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ റോഡും അടിപൊളിയായോ? നിങ്ങൾ ഡ്രൈവ് ചെയ്തല്ലേ വന്നേ? എങ്ങനെയുണ്ട് ജമ്മു ശ്രീനഗർ? ജമ്മു ശ്രീനഗർ അല്ല, ഇന്ത്യയുടെ അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ നല്ല വഴിയാണ്. ഇത്രയായി. ആകെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് നമ്മൾക്ക് ഡൽഹിക്ക് കുറെ മുന്നേ ആഗ്ര സൈഡിലൊക്കെ ഉള്ളൂ, ബാക്കി എല്ലാം നല്ലതാണ്. ആണോ? അപ്പൊ ജമ്മു ശ്രീനഗർ കംപ്ലീറ്റ് ഇതുപോലെ തന്നെയാണോ റോഡ് ഇപ്പോ? അപ്പൊ വിന്ററിൽ ഇങ്ങനെ തന്നെ പോവും? ഇങ്ങനെ തന്നെ പോകും. ആണോ? മൊത്തം പൊളിയായി. അപ്പൊ അടിപൊളി വഴികളായി. അടിപൊളി. വെറുതെ അല്ല, അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് കുരു പൊട്ടിയായിരിക്കും അല്ലേ മറ്റന്മാര് വന്ന് പൊട്ടിച്ചത്? ഇവിടെ ഇത്രയും ഡെവലപ്മെന്റും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കിനും അങ്ങ് പൊളിയത്തില്ലേ? നമ്മൾ ഇന്ത്യ അത്രത്തോളം ഡെവലപ്ഡ് ആയി വരികയല്ലേ. അപ്പൊ അത് കാണുമ്പോഴത്തേക്കിനും ആളുകൾക്ക് അങ്ങോട്ട് ദഹിക്കൂല. ചെക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ എല്ലായിടത്തും. പോലീസുകാരുണ്ട്, CRPF ഉണ്ട്, കമാൻഡോ ഉണ്ട്. എല്ലാം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ ഈ നാഷണൽ ഹൈവേയിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും നമുക്കിവിടെ ഇതുപോലെയുള്ള കുറേ സ്ഥലങ്ങൾ കാണാൻ സാധിക്കും. ഈ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെയുള്ള കുറേ തടി ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടോ? ഇതെന്താ തടി എന്നറിയോ? ഇതൊക്കെ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന തടികളാണ്. ഇതൊക്കെ കണ്ടില്ലേ? ഈ സാധനങ്ങൾ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറിയാണിത്. ഈ കാണുന്ന ഓരോ തടിയും ക്രിക്കറ്റ് ബാറ്റായി മാറുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് ബാറ്റുകൾ ഉണ്ടാക്കുന്നത് ഇവിടെ കശ്മീരിൽ നിന്നാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇവിടെയുള്ള ഒരു പ്രത്യേകതരം മരമുണ്ട്. ആ മരത്തിൻ്റെ പേരെന്തായിരുന്നു? വില്ലോ. നേരെ നീണ്ടു നിവർന്ന് മേപ്പോട്ട് പോകുന്നൊരു മരം. ആ മരം വെച്ചിട്ടാണ് ഇവർ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ധാരാളം ചെറുതും വലുതുമായിട്ടുള്ള ഫാക്ടറികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് കണ്ടോ? ഇതൊക്കെ ബാറ്റിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ? അതെനിക്കൊരു പുതിയ അറിവായിരുന്നു ഇവിടെ ഇത്തരത്തിൽ സംഭവം ഉണ്ടെന്നുള്ളത്. കാരണം ഞാൻ പലതവണ കാശ്മീർ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുപോലെ ഒരു സംഭവം ഇവിടെ ഉള്ളതായിട്ട് എൻ്റെ അറിവിൽ പെട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ദാറ്റ് വാസ് സംതിങ് ന്യൂ ഫോർ മീ. ഇതകത്ത് നമുക്ക് ഈ ബാറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടോ? ഇതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഇഷ്ടം പോലെ ഫാക്ടറികൾ ഇവിടെ ഉണ്ട്. ഇതാണല്ലോ തടി. ഇത് ഭയങ്കര വലിയ തടിയാണല്ലോ. അടിപൊളി. ഇതിലെ സെറ്റപ്പ്. ഇത് ശരി ഒരു മില്ല് പോലെ തന്നെയാണ് അവർ കംപ്ലീറ്റ് പരിപാടികൾ. ശരിക്കും ബാറ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ? അടിപൊളി. അടിപൊളി. ഇതിങ്ങനെ പല ക്വാളിറ്റിയിലുള്ള ബാറ്റുകളുണ്ടാവും. ചെറുത് മുതൽ വലിയ വരെ, ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ, വലിയ പല സംഭവങ്ങൾ. ഇതെന്ത് ബാറ്റാ? ബാറ്റിൻ്റെ പിടിയാണ്. ബാറ്റിൻ്റെ പിടി. ഓ ബാറ്റിൻ്റെ പിടി വേറെ തന്നെ ഉണ്ടാക്കും. അടിപൊളി. ഉണ്ടല്ലേ? ആളുകളിരുന്ന് വർക്ക് ചെയ്യുന്ന കണ്ടോ? സൂപ്പർ. മുകളിലൊക്കെ ഉണ്ടെന്ന് പോയി കാണാൻ പറഞ്ഞവർ. മേളിലൊക്കെ ഉണ്ട്, പോയി നോക്കാൻ പറഞ്ഞു. ഇതിൻ്റെ പിടി ഉണ്ടാക്കുകയാണ്. കണ്ടോ എത്ര ആൾക്കാരിരുന്ന് ഇവിടെ പണിയെടുക്കുന്നതെന്ന് നോക്കി.
തടിക്കഷ്ണങ്ങളാണ് ഇവർ ഇത്തരത്തിൽ ചെത്തിയെടുത്ത് മുറിച്ചെടുത്ത് പരിപാടികൾ ചെയ്യുന്നത്. ഇത് ഗംഭീര വലിയ ഫാക്ടറിയാണ് നോക്കി. എൻ്റെ പൊന്നോ, ഇതെന്തോരം സ്ഥലത്താണ് ഇത് ഇവിടെ കിടക്കുന്നതെന്ന് നോക്കി. ഇതൊക്കെ ഇവർക്ക് തടി ഇഷ്ടംപോലെ റോ മെറ്റീരിയൽ അവൈലബിൾ ആണല്ലോ ഇവിടെ തന്നെ. കശ്മീർ തടികളാണ്. കശ്മീരിൽ നിന്നാണ് ഇത്രയും ക്രിക്കറ്റ് ബാറ്റുകൾ ഉണ്ടാകുന്നതെന്നുള്ളത് നിങ്ങൾക്കറിയാമായിരുന്നോ? എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ പലവണ കശ്മീർ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഈ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. ദിസ് വാസ് സംതിങ് ന്യൂ ഫോർ മീ. ഒരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു. ഇത് പൊളിയാട്ടോ. 3000 മുതൽ 15000 രൂപ വരെയാണ് ഇവിടെ ഉണ്ടാക്കുന്ന ബാറ്റിൻ്റെ വില. ആണോ? എൻ്റെ പൊന്നേ. അപ്പോൾ 3000 രൂപ എന്ന് പറയുമ്പോഴത്തേക്കിനും അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബാറ്റ് തന്നെയാണ്. നല്ല ബാറ്റായിരിക്കും ഉണ്ടാക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 3000 രൂപയാണ് ഇവിടുത്തെ ബാറ്റിന്. ആണോ? ഇവിടെ വന്ന് കച്ചവടം ഉറപ്പിച്ച് ഡീലൊക്കെ സെറ്റ് ചെയ്ത് വേണമെങ്കിൽ ബൾക്കായിട്ടൊക്കെ വേണം പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. എന്തായാലും ഇത് ഇവിടുത്തെ ഒരു ചെറുകിട യൂണിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ ഒരു ഭാഗം മൊത്തം ബാറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറികളാണ്. ഈ റോഡിലൂടെ പോകുമ്പം ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ധാരാളം ഇത്തരത്തിലുള്ള ഈ തടി ഇങ്ങനെ അടുക്കി ഇങ്ങനെ വെച്ചിരിക്കുന്ന കാണാം. അതെല്ലാം ഈ ബാറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറികളാണ്. അതെ, ഇവിടെ ബാറ്റ് വിൽക്കുന്ന കടകളും ഉണ്ട് കേട്ടോ. ഇത് എനിക്ക് അടിപൊളി. ഇവിടെ മൊത്തം ഈ ക്രിക്കറ്റിന്റെ പരിപാടികളാണ് ഇവിടെ ഈ ഏരിയ കംപ്ലീറ്റ്. നിങ്ങൾ ഈ ശ്രീനഗറിന്ന് ഈ പുൽവാമ, പഹൽഗാം അല്ലെങ്കിൽ ജമ്മു ഈ പോകുന്ന റൂട്ടിൽ ഹൈവേയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇതുപോലെയുള്ള ബാറ്റിന്റെ കടകളൊക്കെ ഇഷ്ടംപോലെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബാറ്റ് വേണമെന്നുണ്ടെങ്കിൽ ബാറ്റ് വാങ്ങിക്കാം. ഞങ്ങളിപ്പോൾ ഹൈവേയിൽ നിന്നും ഡൈവേർഷൻ എടുത്ത് നമ്മളിപ്പോൾ പഹൽഗാം പോകുന്ന റൂട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മുടെ കശ്മീരിലെ ശ്രീനഗർ ഭാഗത്തെ ഗ്രാമങ്ങളിലൂടെ ആണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാർ ബാറ്റ് ഉണ്ടാക്കുന്നതിന് വലിയ എന്താ പറയുക കഴിവുള്ളവരായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ധാരാളം കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. എവിടെ നോക്കിയാലും കൃഷിസ്ഥലം കാണാൻ സാധിക്കും. ഭയങ്കര ഒരു മണവും കിട്ടുന്നുണ്ടല്ലോ. എന്തൊക്കെയോ മണങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. എന്തോ മണമൊക്കെ കിട്ടുന്നുണ്ട്. ഒരു പ്രത്യേകതരം മണങ്ങളൊക്കെയാണ്. എനിക്കൊന്ന് ഈ ചെടിയുടെ മരത്തിൻ്റെയൊക്കെ ആയിരിക്കും. ഇതെന്താടാ ഇത്? ആട് കണ്ടോ? ഓ, ഹലോ ആടേ, ഹലോ ആടേ. ആടിൻ്റെയൊക്കെ പൂട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതാണ് പൂട. അങ്ങനെ നമ്മൾ ആപ്പിൾ തോട്ടങ്ങൾ കണ്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ ലെഫ്റ്റിൽ കാണുന്ന എല്ലാ ആപ്പിൾ മരങ്ങളുടെ തോട്ടങ്ങളാണ്. ആപ്പിൾ തോട്ടം. ഓ, ഇവിടെ ഇപ്പൊ പോകാൻ പറ്റത്തില്ല. ഇവിടെ ആപ്പിൾ നിൽക്കുന്നത് കണ്ടോ? ഇത് കണ്ടോ ആപ്പിള്? ഇപ്പൊ ആപ്പിളിന്റെ സീസൺ ആരംഭിച്ചിട്ടുണ്ട്. ആപ്പിൾ ഇങ്ങനെ വിളഞ്ഞു വന്നിട്ടില്ല, പച്ചയാണ്. ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ വലുതായി വരുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് പോകുന്ന വഴിയെല്ലാം ആപ്പിൾ തോട്ടങ്ങളുടെ കളികളായിരിക്കും. അങ്ങനെ പഹൽഗാം യാത്രക്കിടയിൽ, പഹൽഗാം എന്ന് പറഞ്ഞാൽ പഹൽഗാം എത്തി. ഇവിടെ നിന്ന് ഒരു 10-40 കിലോമീറ്ററേ ഉള്ളൂ പഹൽഗാം എന്ന് പറയുന്നത്. പഹൽഗാം എന്ന് പറയുന്ന ഒരു ഏരിയ ഓഫ് സ്ഥലമാണ്. ആ കാണുന്ന കുന്നും മലയൊക്കെ ഇല്ല, ആ കാണുന്ന കുന്നും മലയുടെയൊക്കെ ഒരു ഭാഗമായിട്ട് വരും പഹൽഗാം എന്ന് പറയുന്നത്. ഈ പഹൽഗാമിലൂടെയും അമർനാഥ് യാത്രകളൊക്കെ ആരംഭിക്കും. അമർനാഥ് തീർത്ഥാടനം അതിൻ്റെ സമയമാണെന്ന് തോന്നിയിപ്പം. അപ്പോൾ പോകുന്ന വഴിക്ക് ആപ്പിൾ തോട്ടങ്ങൾ കണ്ടപ്പോഴത്തേക്കിനും ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയാണ്. നോക്കി ആപ്പിൾ നിൽക്കുന്ന കണ്ടോ, എന്തോ ഒരു ആപ്പിളാന്ന് നോക്കി. എന്തായാലും നമ്മൾ പണ്ട് ആൾക്കാർ ഉപമിക്കുമല്ലോ. അതായത് ശ്രീനഗറിലെ ആൾക്കാർ ആപ്പിൾ പോലെ ആയിരിക്കുന്നു എന്നൊക്കെ പറയത്തില്ലേ. അത് ആപ്പിൾ എന്ന് പറയുന്നത് പണ്ട് മുതലേ ഒരു ഭയങ്കര ഭംഗിയുള്ളൊരു സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറയുന്നൊരു കാര്യമാണല്ലോ ആപ്പിൾ. ഋഷിക്ക് ഓർമ്മയുണ്ടോ പണ്ട് നമ്മൾ INB ട്രിപ്പിൽ ആപ്പിൾ ഫാമിൽ പോയി നിന്നത് ഓർമ്മയുണ്ടോ? ആപ്പിൾ കണ്ടോ? ഇതാണ് A for ആപ്പിൾ. കണ്ടോ? പറക്കരുത് തൊട്ട് നോക്കിക്കോ. ഇതാണ് A for ആപ്പിൾ. കണ്ടോ? A for ആപ്പിൾ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ലേ? സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ലടാ നിന്നെ? പഠിപ്പിച്ചില്ല? എന്താ പഠിപ്പിക്കാത്ത? ഗ്രീൻ ആപ്പിൾ. ഇത് ഗ്രീൻ ആയിരിക്കത്തില്ലല്ലോ. ഇത് പഴുക്കുമ്പോൾ ചുമന്ന് വരുന്ന ഗ്രീൻ ആപ്പിളാണ്. കണ്ടോ ആപ്പിള്? എന്നാലും ഒരു കൊലയിലേ എന്തോരം ആപ്പിളാണ് ഒരു മരത്തിൽ നിൽക്കുന്നത് നോക്കി. ഇതെല്ലാം കൂടെ വലുതായി വരുമ്പോഴത്തേക്കിനും എത്ര കിലോ ഉണ്ടാവും? എൻ്റെ ദൈവമേ. ശരിക്കും കശ്മീരിൻ്റെ മറ്റൊരു വരുമാന സ്രോതസ്സാണ് ഈ ആപ്പിൾ കൃഷി എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ടൂറിസം, പിന്നെ കുങ്കുമ കൃഷി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കശ്മീരിന് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അനുഗ്രഹീതമായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇതുപോലെ ഉണ്ട്. കാലാവസ്ഥയാണെങ്കിലും എക്സ്ട്രീം, ലഡാക്കൊക്കെ വരുന്ന പോലെ എക്സ്ട്രീം തണുപ്പത്ത് വരത്തില്ല. കടകളും വീടുകളൊന്നും ഒരു ഭംഗിയില്ല കാണാനായിട്ട്. ഇവിടെ വന്നപ്പോഴത്തേക്കിനും എല്ലാം പറഞ്ഞ കെട്ടിടങ്ങൾക്കൊന്നും നോർത്ത് ഇന്ത്യ പല സ്ഥലത്തും, ഇപ്പോൾ ഹിമാചലിലാണെങ്കിലും പിന്നെ ഈവൻ ഹരിയാനയിലാണെങ്കിലും അങ്ങനെയുള്ള പല സ്ഥലത്തും ഇവർ വീടും കെട്ടിടമൊന്നും പണിതിട്ട് ഇഷ്ടിക ഒന്നും തേക്കത്തൊന്നുമില്ല. തേക്കാതെ ഇങ്ങനെ വെറുതെ അസിറ്റീസ്
ഇടുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കെട്ടിടങ്ങൾക്കും വീടുകൾക്കും കടകൾക്കൊന്നും ഒരു ഭംഗി ഉണ്ടാവില്ല എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. പണ്ട് INB ട്രിപ്പ് സീസൺ 1 സമയത്ത് ഞാൻ ഈ ഒരു പഹൽഗാം ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ നോക്കി, ചെമ്മരിയാടിനെയും കൊണ്ട് ആൾക്കാർ നടന്നു പോകുന്നത് കണ്ടോ, എന്തോരം ആടുകളാന്ന് നോക്കി. നമ്മൾ ശരിക്കും ഒരു ടിപ്പിക്കൽ കാശ്മീരി ഗ്രാമങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വന്നാൽ മതി. അങ്ങനെ നമ്മളിപ്പം പഹൽഗാം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2025 പഹൽഗാം അറ്റാക്ക്, അതായത് 2008 ആ ഒരു മുംബൈയിലെ അറ്റാക്കിന് ശേഷം ഇന്ത്യയിൽ സംഭവിക്കുന്ന ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള സിവിലിയൻസിന് നേരെയുള്ള ഒരു ആക്രമണമായിരുന്നു 2025 പഹൽഗാമിൽ നടന്ന ആ ഒരു വെടിവെപ്പ് എന്ന് പറയുന്നത്. 5 ടെററിസ്റ്റുകൾ, ആംഡ് ടെററിസ്റ്റുകൾ പഹൽഗാം എന്ന് പറയുന്ന ഈ ഒരു ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റഡ് ജമ്മു ആൻഡ് കാശ്മീർ പ്രദേശത്ത് വന്നിട്ട് ഇവിടെയുള്ള 26 സിവിലിയൻസിനെയാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. അതായത് ഏപ്രിൽ 22, 2025 ഇത് സംഭവിക്കുന്നത്. ഈ ഒരു മിലിറ്റൻസ് ആക്ച്വലി ടാർഗറ്റ് ചെയ്തിരുന്നത് ഹിന്ദു ക്രിസ്ത്യൻ മതത്തിലെ ടൂറിസ്റ്റുകളെയായിരുന്നു. അതായത് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ടൂറിസ്റ്റുകളെയാണ് സത്യം പറഞ്ഞാൽ അവർ ടാർഗറ്റ് ചെയ്തത്. പക്ഷേ അബദ്ധവശാൽ ഒരു ലോക്കൽ മുസ്ലിം പോണി റൈഡർ ആയിട്ടുള്ള ഒരു പയ്യൻ മരണപ്പെടുകയുണ്ടായി. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ പയ്യൻ ഒരു ടെററിസ്റ്റിൻ്റെ കയ്യിൽ നിന്നും തോക്ക് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയും ആ സമയത്ത് അവർ വെടിവെച്ച് കൊല്ലുകയുമായിരുന്നു സംഭവിച്ചത്. ഈ ഒരു സംഭവം നടന്നത് ഇവിടെ ഈ പഹൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ബൈസരൻ വാലി എന്ന് പറഞ്ഞൊരു പൈൻ മരങ്ങളാൽ ചുറ്റിപ്പെട്ട് കിടക്കുന്ന ഒരു വാലിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. AK-47 അതേപോലെ തന്നെ M4 കാർബൈൻസ് എന്നൊക്കെ പറഞ്ഞ തോക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ തീവ്രവാദികൾ ഇവിടെ വന്ന് വെടിവെക്കുന്നത്. ഈ വെടിവെച്ച സംഭവങ്ങളും ബാക്കിയുള്ള അതിനെ ചുറ്റിപ്പറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ TV-യിൽ കണ്ടതാണ്. ശരിക്കും ഇത്തരത്തിലുള്ള ഈ ഒരു ആക്രമണം ഇവിടെ നടന്നതിന് റീസൺ എന്ന് പറയുന്നത് നമ്മളെ കശ്മീരിനുണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് എടുത്ത് കളയുകയുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം പുറത്തുനിന്നുള്ള ആർക്കും ഇവിടെ വന്ന് സ്ഥലം വാങ്ങാം, ഇവിടെ വന്ന് സെറ്റിൽ ആവാം എന്നൊക്കെയുള്ള ഒരു നീക്കമൊക്കെ നടന്ന സമയത്ത് ഇവിടെ ലോക്കൽസിൻ്റെ സ്വൈര്യവിഹാരം നഷ്ടപ്പെടുന്നതും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് വേണ്ട, ആ ഒരു തീരുമാനം പിൻവലിക്കണം എന്നുള്ള ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിലാണ് പഹൽഗാം അറ്റാക്ക് നടന്നത് എന്നാണ് പറയുന്നത്. ഈ തോക്കും കൊണ്ട് വന്ന തീവ്രവാദികൾ ഈ ആണുങ്ങളായിട്ടുള്ള ടൂറിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്ത് അവരെ പ്രത്യേകം മാറ്റി നിർത്തി അവരോട് മതം ചോദിച്ച് മുസ്ലിം ആണെന്ന് പറയുന്നവരെ മുസ്ലിം ആണെന്ന് തെളിയിക്കാൻ വേണ്ടി കലീമ ചൊല്ലണം എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിലാണ് ശരിക്കും സെലക്ട് ചെയ്തിട്ടാണ് വെടിവെച്ചത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ തന്നെയാണ് സംഭവിച്ചതെന്നാണ് പറയുന്നതും. സോ അത്തരത്തിൽ ആ ഒരു ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് ഈ വഴികളിൽ കൂടി എത്ര ആളുകൾ തലങ്ങും വിലങ്ങും ശരിക്കും എന്തൊക്കെ തരത്തിൽ ടെൻഷൻ അനുഭവിച്ചൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവും. ആ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ധാരാളം ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരുന്നൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു സമയത്ത് ടൂറിസ്റ്റുകൾക്ക് നേരെ, അതായത് സിവിലിയൻസിന് നേരെയാണ് ഇതുപോലെയുള്ള ഒരു ആക്രമണം ഇവിടെ നടന്നതെന്ന് പറയുമ്പോഴത്തേക്കിനും അത് ശരിക്കും ഒരു ഭയങ്കര ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതാണ് പോണി. ഇത് കഴുതയ്ക്കും കുതിരയ്ക്കും ഉണ്ടാകുന്ന സാധനമാണ്. വലിയ വലിയ റിസോർട്ടുകളൊക്കെ പണി നടക്കുന്നുണ്ട് ഇവിടെ. ഉണ്ടല്ലോ നോക്കി, കുറേ റിസോർട്ടുകളും റെസ്റ്റോറൻറ്റുകളും. ശരിക്കും ടൂറിസ്റ്റുകൾ കുറവാട്ടോ, അല്ലേ? ഒട്ടുമില്ല. അങ്ങനെ നമ്മൾ പഹൽഗാം വാലിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഒരു പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ കാണുന്ന മലകളുണ്ടല്ലോ, ഇതിൻ്റെ ഇപ്പുറത്തുള്ള ഈ പൈൻമരക്കാടുകൾക്കുള്ളിലാണ് ശരിക്കും അന്ന് ആ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നത്. ബൈസരൻ വാലി എന്നൊക്കെ പറയുന്നത് ഏതാനും മുന്നിൽ പോയാൽ നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ഈ പഹൽഗാമിലൂടെ മഞ്ഞുമലകളൊക്കെ ഉരുകി എവിടെന്തോ ഒഴുകി വരുന്ന വെള്ളമാണ് ഈ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആളുകളൊക്കെ ആ വെള്ളത്തിലിറങ്ങി കുളിക്കുന്നൊക്കെ ഉണ്ട് അവിടെ. ഇറ്റ്സ് നോട്ട് അഡ്വൈസബിൾ. പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് എന്താണെന്നറിയില്ല, പോയി നോക്കട്ടെ.
ശരിക്കും പഹൽഗാം എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ള സ്ഥലം കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടതൊന്നും അല്ല, നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ശരിക്കും ഇവിടുത്തെ ഒരു ബ്യൂട്ടി കാണാൻ സാധിക്കുന്നത്. പണ്ട് ഞാനിവിടെ വരുമ്പോൾ ഉണ്ടായിരുന്നതിൻ്റെ 10 മടങ്ങ് പട്ടാളക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ അമർനാഥ് യാത്ര തുടങ്ങാൻ പോവാണ്, അതിൻ്റെ സമയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു സെക്യൂരിറ്റി സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പഹൽഗാം എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പഹൽഗാം, വെൽക്കം ടു പഹൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ടോൾ പ്ലാസ ഉണ്ട്, ടോൾ കൊടുക്കണം. പഹൽഗാമിൽ കയറാനായിട്ട് ടോൾ പിരിക്കും. ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ അല്ലേ? കാർഗിലൊക്കെ ഇപ്പോഴും പിരിക്കുന്നില്ലേ അവര്? ഇല്ലേ? കാർഗിലൊക്കെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. തേങ്ങ വേണ്ട, ഞങ്ങൾ തേങ്ങയുടെ നാട്ടിൽ നിന്നാണ് വരുന്നത്. തേങ്ങയുടെ നാട്ടിൽ നിന്നും വരുന്നത്. നമുക്ക് തേങ്ങ വേണോ? വേണ്ടല്ലോ. 50 രൂപ, 50 രൂപ. ഇവിടെ ഇപ്പോൾ നിലവിൽ നമ്മൾ റെയിൽവേ പാളത്തിലൊക്കെ കണ്ട പോലെ തന്നെ റോഡിലും ഓരോ 1/2 കിലോമീറ്ററിലും 2 പട്ടാളക്കാർ വെച്ച് CRPFൻ്റെ ആൾക്കാർ വെച്ച് നിൽപ്പുണ്ട് അവിടെ ഇവിടെ എല്ലാം. അപ്പോൾ നമ്മൾ ആ ഒരു നദിയുടെ തീരത്തൂടെ ഇങ്ങനെയുള്ള ആ ഒരു റോഡിലൂടെ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും പൈൻമര കാടുകളാണ്. നമ്മുടെ ജലം നദി ഉണ്ടല്ലോ, ആ ജലം നദിയുടെ ഒരു കൈവഴിയാണ് ഈ കാണുന്ന ഈ ഒരു തോടെന്ന് പറയുന്നത്. ശരിക്കും ഒരു തോടാണ്. നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പട്ടാളമില്ലേ, ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഒരു പകുതി ഇവിടെ കശ്മീരിലുണ്ടാവുമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതാണ് നമുക്ക് കശ്മീരിലും ലഡാക്കിൽ പോലും അത്ര ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കശ്മീരിലുണ്ടാവും ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഒരു പകുതി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എല്ലായിടത്തും മറ്റേ അമർനാഥ് യാത്രയുടെ ബോർഡൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് മറ്റേ അമർനാഥ് യാത്രയുടെ എന്തൊക്കെയോ ബേസ് ക്യാമ്പും പരിപാടികളും പിന്നെ അതിൻ്റെ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു. അതിൻ്റെ എന്തൊക്കെയോ തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് രസവശത കാണാനായിട്ട് നോക്ക്. ആ റിവറിൻ്റെ സൈഡിലെ പൈൻ മരങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും എന്ത് ഭംഗിയാണ്. ശരിക്കും അമർനാഥ് യാത്ര തുടങ്ങുന്നതിൻ്റെ കുറേ പ്രിപ്പറേഷൻസ് കാണാൻ എനിക്ക് തോന്നുന്നു. ഈ ആളുകൾ വന്നിട്ട് നടന്നു പോകുന്നതിന് വേണ്ടിയുള്ള ഒരു നടപ്പാതയാണെന്ന് തോന്നുന്നു അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതും മറ്റുമൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പണ്ടൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കിനും നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്ന വൻ ശോകമായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും 5G ആയി. പോസ്റ്റ്പെയ്ഡ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? പോസ്റ്റ്പെയ്ഡ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. എല്ലായിടത്തും 5G ആയി. ഭയങ്കര ഡെവലപ്മെൻ്റ് ആ കാര്യത്തിൽ. റോഡ് മാറി, റോഡ് ഡെവലപ്ഡായി, നെറ്റ്വർക്ക് എല്ലാ കാര്യത്തിലും ഭയങ്കരമായിട്ട് കശ്മീരും ലഡാക്കും ഒക്കെ ഭയങ്കര ചേഞ്ചസ് ആണ്. അങ്ങനെ നമ്മൾ പഹൽഗാം ടൗണിലെത്തി. നമുക്ക് ഫുഡ് കഴിച്ചാലോ? എവിടെന്നെങ്കിലും നമുക്ക് എവിടെയെങ്കിലും കയറി ആദ്യം ഫുഡ് കഴിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ കാണാം. ഇവിടെ നിന്ന് മറ്റേ ബൈസറൻ വാലിയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ മറ്റേ പോണിയുടെ മേളിൽ കയറിയേ പോകാൻ പറ്റുള്ളൂ, അല്ലാതെ വണ്ടിയിലൊന്നും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഇവിടെ വന്ന് ഞങ്ങൾ പണ്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്. പഹൽഗാം ടൗണിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഈ ഹോട്ടലിൽ കയറണം. നമുക്ക് മുന്നിൽ അവിടെ പോയിട്ട് കയറാം. അവിടെ പോയിട്ട് കുറച്ചുകൂടെ ലോക്കൽ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അവിടെ പഴയ കെട്ടിടങ്ങളും വീടുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ? എനിക്ക് അടിപൊളി. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് കുറവൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾ വേറെ ഏതോ വഴി കൂടെ വന്നുകൊണ്ടാണ് ഞങ്ങൾ കാണാതിരുന്നത്. അല്ലാതെ നമ്മൾ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളാണ് ഇവിടെ. ടൂറിസ്റ്റുകളും ലോക്കൽസും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എടാ, നീ കശ്മീർ കാണാൻ വന്നിട്ട് കശ്മീരിന്റെ കാറ്റടിച്ച് അവൻ ഉറക്കം വന്ന് ഉറങ്ങി. ഒരു മാസം ഇല്ല, 10 ദിവസം 12 ദിവസം കണ്ടു കഴിഞ്ഞപ്പോൾ 2 ലക്ഷം രൂപ ഡിസ്കൗണ്ട് കൊടുത്തു. വേണ്ടി ആണോ? നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടോ? കൊടുക്കണം വിളിച്ചാ, കേസ് കൊടുക്കണമായിരുന്നു. സാരമില്ല, അതങ്ങനെ പറ്റും. ചില സമയത്തൊക്കെ അങ്ങനെ പറ്റും. നമുക്ക് അമ്മ കഴിക്കാൻ പോവാം. എന്താടാ നിനക്ക് പ്രശ്നം? നീ അവനോട്ടിരിക്കട്ടെ, നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. കശ്മീരി ബിരിയാണി വേണോ? ചിക്കൻ ബിരിയാണി. കശ്മീരി ചിക്കൻ ബിരിയാണി വേണോ? ഒന്ന് മാറാവോ? ഞങ്ങളിവിടെ റെസ്റ്റോറൻറ്റ് തപ്പി വന്നാണേ. ഇവിടെ നോക്കിയപ്പോഴത്തേക്കിനും ഹോട്ടൽ പാലസ്തീൻ ആൻഡ് റെസ്റ്റോറൻറ്റ് എന്ന് നോക്കി ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നത്. ഹോട്ടൽ പാലസ്തീൻ റെസ്റ്റോറൻറ്റ് എന്നും പറഞ്ഞുകൊണ്ട്. ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് തന്നെ കണ്ടില്ലേ? ഇതിവിടെ ഇവിടെ ഫുള്ള് പാർക്കിംഗ് ഒക്കെയാണ്. അവിടെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമുക്ക് പ്രിൻസ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്. ഇവിടെ എന്തോ അലയും വിളിയും ബഹളമൊക്കെ കേൾക്കുന്നത്? ഇത് ടാക്സി സ്റ്റാൻഡാണോ? ടൂറിസ്റ്റ് ടാക്സി സ്റ്റാൻഡ്. ഇവിടെ മൊത്തം പട്ടാളക്കാരാണ്. എവിടെ നോക്കിയാലും പട്ടാളക്കാരാണ്. പട്ടാളക്കാർ മാത്രമേ ഉള്ളൂ. അവരെടുക്കൊന്നും വേണ്ട, അത് താഴെ നടന്നോളൂ. അവൻ നടന്നോളൂ. ഇതിങ്ങനെ റെസ്റ്റോറൻറ്റ് തപ്പി നടന്ന് അവസാനം ഏതെങ്കിലും വൃത്തിയായിട്ട റെസ്റ്റോറൻറ്റ് പോയി കയറും. നോക്കണേ, ഇവിടെ എന്ത് ചൂടാണ് ബ്രോ.
പൊള്ളണ ചൂടാണല്ലോ അവിടെ മൊത്തം. കൈ പിടിയപ്പാടാ ബാ. ഒരു രക്ഷയില്ല. കാശ്മീരാന്ന് പറഞ്ഞ കാര്യമില്ല. ചൂടത്ത് പറഞ്ഞാൽ ഒടുക്കത്തെ ചൂടാ, പൊള്ളുന്ന ചൂട്. പ്രിൻസ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ഏത് ഇവിടെയാണോ? ഇവിടെ കയറിയാലോ? മീനിന്റെ പടം. ഈ ഡ്രൗട്ട് ഒരെണ്ണം മേടിച്ചു നോക്കാം. നല്ലതായിരിക്കോ? ഈ ഡ്രൗട്ട് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ മാത്രമല്ലേ ഉണ്ടാവും. ആണല്ലേ? ഇംഗ്ലണ്ടിലൊക്കെ പോയപ്പോ കഴിച്ചില്ല. ആ മനസ്സിലായി. നമ്മൾ നോക്കാം ബാ. ആ ഇത് നമ്മളെ പാലസ്തീൻ അല്ലേ? അല്ല അത് അപ്പുറത്തായിരുന്നല്ലേ? ഇത് പലതും പല റെസ്റ്റോറൻറ്റുകളാണ്. നമുക്ക് എവിടെ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? നോൺ വെജ് മിലേക്കാ? ആ വെജ് നെയ്യേ? ആ വെജ് ബി ചായേ. ഓക്കെ സോറി, അതെന്നെ ഓൺലി നോൺ വെജ് എന്ന് പറയാനായിട്ട്. അതെന്നെ പരിപാടിയാ ശ്വേത? വെജ് കിട്ടാത്ത കടയോ? നമുക്ക് പാലസ്തീനിൽ കയറി നോക്കാം. ആ അവസാനം നമ്മൾ ഹോട്ടൽ പാലസ്തീനിലേക്ക് വന്ന് കയറുകയാണ്. ഹോട്ടൽ പാലസ്തീനിൽ കയറാം. ആളും പേരും വേണമെന്നുണ്ടോ ഫുഡ് കഴിക്കാൻ? നമ്മൾ നോക്കാം ഇവിടെ എന്നാ ഉള്ളത് നോക്കാം. ആരും വേണം നിർബന്ധമില്ലല്ലോ. ആരുമില്ല. പിന്നെ എവിടെ പോകണം? ആരുമില്ല പാലസ്തീനിൽ. എനിക്കൊന്ന് നമുക്ക് മേളിൽ പോകാം. ബാ മുകളിലേക്ക് പോവാം. ഇവിടെ ഉണ്ട് ബാ. മിക്കവാറും കിച്ചൺ എല്ലാം ഒന്ന് തന്നെ ആയിരിക്കും. എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. താഴെ ഇരിക്കുന്ന മേളിൽ ഇരിക്കണോ? ഇവിടെ ആരും ഇല്ലല്ലോ ശ്വേത. നീയല്ലേ പറഞ്ഞ ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന്? അത് മുകളിലാ? മേളിൽ ഇരിക്കുന്ന അപ്പുറത്തെയാണെന്ന് തോന്നുന്നു. മേളിൽ അപ്പുറത്തെയാണെന്ന് തോന്നുന്നത്. ഇവിടെ ഇരിക്കാം തൽക്കാലം. ഇവിടുന്ന് കഴിക്കാം. ബാ ലെറ്റ്സ് സീ. ആ ആദ്യം സുധി ചോദിച്ച ഹോട്ടലിൽ കയറിയാൽ മതി. അത് സാഗർ രത്നയോ? എനിക്ക് വേണ്ട സാഗർ രത്ന. खाना मिलेगा? क्या मिलेगा? चिकन मिलेगा और मटन. വെജ് കുച്ച് മിലേഗാ? ആ വെജ് ഒന്നും ഇല്ല. ഇത് എന്തോന്നു ഈ വെജ് ഇല്ലാത്ത? ന്യൂ ഇന്ത്യ? ഹാ അടിപൊളി. അതാണ് പ്രശ്നം. ഇത് എന്താണ് നാട്? ഇവിടെ വെജ് എന്ന് പറഞ്ഞാൽ വെജ് മാത്രം, നോൺ വെജ് എന്ന് പറഞ്ഞാൽ നോൺ വെജ് മാത്രം. നോൺ വെജ് ഉള്ള ഹോട്ടലിൽ വെജ് കിട്ടത്തില്ല, വെജ് ഉള്ള ഹോട്ടലിൽ നോൺ വെജ് കിട്ടത്തില്ല. എന്ത് നാടാ ശ്വേതായത്? അപ്പോൾ നമ്മൾ ഈ കാണുന്ന തിരക്കൊന്നും ടൂറിസ്റ്റുകളല്ലേ? ടൂറിസ്റ്റുകൾ വളരെ കുറവാണ്. റെസ്റ്റോറൻറ്റുകളൊക്കെ കയറുമ്പോഴത്തേക്കിനും എല്ലാം കാലിയാണ്. ഒരിടത്ത് ഞങ്ങൾ കയറിയപ്പോൾ അവിടെ കയറിയിട്ട് ഞങ്ങൾ നിന്നിട്ട് ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. പിന്നെ എന്തെങ്കിലും വേണമെന്ന് പോലും ചോദിക്കുന്നില്ല. അവിടെ ആരും ഇല്ല, ഒരു സ്ഥലത്ത് ഒരു മനുഷ്യനും ഇല്ല. ഇതെന്താ എന്നാൽ റോഡിലെല്ലാം ഭയങ്കര തിരക്കുമാണ്. ഇതൊക്കെ എത്ര ആയിരം വർഷം പഴക്കമുള്ള, ആയിരം എന്നൊന്നും പറയില്ല, ഒരു 100-150 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളായിരിക്കും ഇത് എല്ലാം. അതിൻ്റെ എപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള കെട്ടിടങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ ഇവിടെ ഏതോ ഒരു റെസ്റ്റോറൻറ്റ് ശ്വേത കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടേക്ക് പോവാം ഇപ്പോൾ അവസാനം. എരിവൊന്നുമില്ല കേട്ടോ, എരിവൊന്നുമില്ല. ബിരിയാണിക്ക് എരിവുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കഴിച്ചു നോക്കണം. കണ്ടിട്ട് ഇച്ചിരി എരിവുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കളറല്ലേ? ഇല്ല അല്ലേ? ഇവരങ്ങനെ അധികം എരിവ് കഴിക്കുന്ന ആൾക്കാരല്ലേ? എരിവ് കഴിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ആണോ? നോക്കാം. ഇതാണ് നമ്മുടെ കശ്മീരി ബിരിയാണി. നോക്കൂ, കണ്ടോ? കശ്മീരി ബിരിയാണി, ചിക്കൻ പീസ്, ഇച്ചിരി റൈത്ത വല്ലതും കിട്ടുമോ ചോദിച്ച്, തൈര് എന്തെങ്കിലും കിട്ടുമോ? കശ്മീരി ബിരിയാണി. പിന്നെ ഇതെന്തോ നിൻ്റെ പേര് പറഞ്ഞത്? എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു. ചിക്കൻ്റെ ഒരു സാധനം, ചിക്കൻ ക്രാന്തിയോ നിങ്ങൾ എന്താ പറഞ്ഞൊരു പേര് പറഞ്ഞായിരുന്നു. രുചിയുണ്ട് കേട്ടോ. വേറെ എന്തോ ഒരു വെജ് ഫുഡ് കിട്ടി. കഴിക്കണ്ട, കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ചിറങ്ങി. 1400 രൂപയായി. 2 ബിരിയാണി, പിന്നെ 4 റൊട്ടി, ഒരു വെജ് കറി, പിന്നെ വേറെന്താണ്, ഒരു ചിക്കൻ സംഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് 1400 രൂപ. 4 പേര് ഭക്ഷണം കഴിച്ചത്. കമ്പാരിറ്റീവ്ലി കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും ഈ ലഡാക്ക് അതേപോലെ തന്നെ കശ്മീരി ഭാഗത്തൊക്കെ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇത് അപ്പോൾ എന്തുവാടാ ഇത്? നിനക്കല്ലായിരുന്നു ചുമയും മൂക്കടപ്പും ഒക്കെ ഉള്ളത്? ആർക്കാ? ഒരു ബിരിയാണി മുഴുവൻ തിന്നു. ആ അല്ലേ? ഒരു ബിരിയാണി മൊത്തം കഴിച്ചൊന്നുമില്ല, പാവം, കഷ്ടമുണ്ട്. കൊള്ളാം അല്ലേ? ഇത് മറ്റേ ഫ്രോസൺ ഡെസേർട്ട് അല്ലേ? അല്ല, ദിസ് ജസ്റ്റ് പാൽ സോഫ്റ്റ് യാ മാൻ. ആ ഐസ്ക്രീം അല്ല, ഐസ്ക്രീം ആണ്, ഐസ്ക്രീം അല്ല. ഇറ്റ്സ് നോട്ട് ഡെസേർട്ട്. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നമ്മളിനി ബൈസരൻ വാലിയെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് തണുപ്പൊക്കെ ആസ്വദിക്കാനൊക്കെ കരുതി വന്നതാണ്. പക്ഷേ ഇവിടെ വന്നിട്ടും കൊടും ചൂടാ, ഒരു രക്ഷയില്ല. ഇവിടുത്തെ ടാക്സി സ്റ്റാൻഡാണെന്ന് തോന്നുന്നു. അവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടെ ഈ ടാക്സിയിൽ വരുന്നവർക്ക് ഒരു വിചിത്ര നിയമമുണ്ട്. അതായത് പുറത്തുനിന്നുള്ള ടാക്സി ഇവിടെ കാശ്മീരിൽ ശ്രീനഗറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സൈറ്റ് സീയിങ്ങിന് പോകാൻ പറ്റത്തില്ല. അതുപോലെ മണാലിയിൽ നിന്നുള്ള ടാക്സി ലേയിൽ വന്നു കഴിഞ്ഞാൽ ലേയിൽ സൈറ്റ് സീയിങ്ങിന് പോകാൻ പറ്റത്തില്ല. ലേയിലുള്ള ടാക്സി മണാലിയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സൈറ്റ് സീയിങ്ങിന് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ നിയമങ്ങളുണ്ട്. അങ്ങോട്ടും
ഇങ്ങോട്ടും മാറാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ നിയമമൊക്കെ ഉണ്ട്. ബൈസരൻ 5 കിലോമീറ്റർ. ഈ കാണുന്ന റൈറ്റാണ് ബൈസരൻ വാലിയിലേക്കുള്ള വഴി. ഞങ്ങളിപ്പോൾ ബൈസരൻ വാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബൈസരൻ വാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ചെറിയൊരു ഇടുങ്ങിയ വഴിയാണിത്. പൈൻമര കാടുകളാണ് ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും. ദൈവമേ, പട്ടാളക്കാർ നിൽക്കുന്നത് കണ്ടാൽ മനസ്സിലാവൂല. അതുപോലെയാണ്. അതായത് ഓരോ 100 മീറ്ററിലും ഓരോ പട്ടാളക്കാർ എന്ന രീതിയിലാണ് നിൽക്കുന്നത്, തോക്കും പിടിച്ചുകൊണ്ട്. നമ്മൾ അവരുടെ അടുത്ത് കൊണ്ട് വണ്ടിയൊക്കെ സ്ലോ ആക്കുമ്പോഴത്തേക്കിനും ആകുവാണെങ്കിൽ അവർ പെട്ടെന്ന് തോക്കയിലോട്ട് അവരുടെ കൈ പോകും. അത് ആ ഒരു രീതിയിലാണ്. അത്ര കെയർഫുള്ളായിട്ടാണ് എല്ലായിടത്തും നിൽക്കുന്നത്. എന്നാൽ ടൂറിസ്റ്റുകളൊക്കെ എല്ലാവരും പല വഴിക്ക് പോകുന്നുണ്ട്. ടൂറിസ്റ്റുകൾക്കൊക്കെ സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. ആർക്കും ഒന്നും റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല. എല്ലാം ഈ പറഞ്ഞ രീതിയിൽ സംഭവങ്ങൾ പോയിട്ടുണ്ട്. ലെഫ്റ്റ് ബൈസരൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് ബൈസരൻ വാലിയുടെ എൻട്രൻസിലാണ്. ഇവിടെ ക്ലോസ്ഡ് എന്നൊന്നും എഴുതി വെച്ചിട്ടില്ല, പക്ഷേ ആരും പോകുന്നില്ല. ഇവിടെ ടൂറിസം ഇപ്പം നിലവിൽ ബന്ധാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ആളുകൾ 5 കിലോമീറ്റർ ദൂരം പോണിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. എന്ന് പറയുമ്പോഴത്തേക്കിനും കുതിരപ്പുറത്ത്, അല്ലെങ്കിൽ 1 കിലോമീറ്ററോളം വരുന്ന ഒരു ദൈർഘ്യമുള്ള ഒരു യാത്ര 5 കിലോമീറ്റർ നടന്നു പോകണമായിരുന്നു. ഒരു മോഡറേറ്റ് ഡിഫിക്കൽട്ടി ലെവലുള്ള ഒരു റോഡാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സൈറ്റ് സീയിങ്, ബൈസരൻ, ദബിയാൻ, കാശ്മീർ വാലി, വ്യൂ പോയിന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ബോർഡ് ഇവിടെ കാണാം. പിന്നെ അവിടുത്തെ മാപ്പും സംഭവങ്ങളൊക്കെ ഇവിടെ കാണാം. സ്റ്റാർട്ടിംഗ് പോയിന്റ്. പിന്നെ ഇതിലൂടെ ഇങ്ങനെ നടന്ന് ബൈസരൻ വാലി, ഇവിടെയാണ് നമ്മുടെ ആ ഒരു തീവ്രവാദ ആക്രമണം നടന്നത്. ഈ ഒരു ഫോട്ടോയും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ഈ ഒരു സ്ഥലം കംപ്ലീറ്റ് നമ്മൾ ടി വിയിലും ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിലും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു കാലത്ത് ദിവസം ആയിരക്കണക്കിന് ആളുകൾ പോയിരുന്ന ആ ഒരു ബൈസരൻ വാലിയുടെ ഒരു എൻട്രൻസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പഹൽഗാം എന്ന് പറയുന്ന ആ ഒരു ടൗൺ അവിടെ താഴെ കാണാം. ഈ കാണുന്ന ഈ ഒരു പൈൻമര കാടുകൾക്ക് ഉള്ളിൽ വളരെ ഇൻറ്റീരിയർ റിമോട്ടായിട്ടുള്ള സ്ഥലത്തേക്ക് ആളുകൾ പോയിട്ട് വരാനായിട്ട് അവർക്ക് പ്രത്യേകിച്ച് വേറെ വഴിയൊന്നും വരാനായിട്ട് വണ്ടിയൊന്നും പോവില്ല. അപ്പോൾ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഇൻറ്റീരിയർ ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് ആണ് പേടിച്ചു തൂറികളായിട്ടുള്ള ആ തീവ്രവാദികൾ ഇവിടെ വന്ന് സിവിലിയൻസിന് നേരെ ആക്രമണം നടത്തിയത്. എന്നിട്ട് അവരവിടെ എവിടെയോ ഒളിച്ച് മാറി ഓടിച്ച് പേടിച്ചു പോയി. ഒന്നാലോചിച്ച് നോക്കിയേ, അന്നത്തെ ആ ഒരു ദിവസം ഇവിടെ നടന്ന സംഭവങ്ങളും ഇതിലൂടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വലങ്ങും ജീവന് വേണ്ടി ഓടിയതും പേടിച്ച് നിലവിളിച്ച് നടന്നതും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു ഫീൽ നമുക്കിവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കിട്ടും. ഇറ്റ്സ് എ മോസ്റ്റ് ഡിസാസ്ട്രസ് പ്ലേസ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത്രയും നാളായിട്ടും ഇവിടെ ടൂറിസം ഓപ്പൺ ആക്കിയിട്ടില്ല. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും ഇവിടെ ടൂറിസം ക്ലോസ്ഡ് ആക്കരുത്. 10 മടങ്ങ് ആളുകളെ ഇവിടേക്ക് കടത്തിവിടണം. ഇത് ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്ത് നല്ല റോഡുകൾ മുകളിലേക്ക് പണിത് നല്ല രീതിയിൽ ഈ പോണി ടൂറിസം എന്ന് പറയുന്നത് കാശ്മീരിലെ വലിയൊരു സ്കാമാണ് സത്യം പറഞ്ഞാൽ. അത് ഒഴിവാക്കി നല്ല പോലെ ആളുകൾക്ക് വണ്ടിയിൽ അവിടെ വരെ പോയിട്ട് വന്ന് കാണാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഇവിടുത്തെ സർക്കാർ ഒരുക്കി കൊടുക്കുമെന്നാണ് വിചാരിക്കുന്നത്. സോ ഒരു പഹൽഗാമിൻ്റെ മുമ്പിൽ നമ്മളിവിടെ എത്തി. നമ്മൾ ഇനിയിപ്പം തിരിച്ചു പോവുകയാണ്. താഴെ നമ്മൾ ചോദിച്ചപ്പോൾ പട്ടാളക്കാരോട് പൊക്കോ എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ആരും പോകുന്നതായിട്ട് തോന്നുന്നില്ല സംഭവം. അതുകൊണ്ട് നമ്മളെന്തായാലും പോകുന്നില്ല. തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ നദിക്കരയിൽ കുറേ ആളുകൾ ഇങ്ങനെ വണ്ടി നിർത്തിയിരിക്കുന്നത് ഒന്ന് നിർത്തി ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ആൾക്കാർ പിക്നിക്കും പരിപാടികളൊക്കെ ഉണ്ട്. പിക്നിക്കുണ്ട്, അതായത് ഇവിടെ ആൾക്കാർ ഭക്ഷണമൊക്കെ ആയിട്ട് വന്നിട്ട് നമ്മൾ ഈ വിദേശ രാജ്യങ്ങളൊക്കെ കാണുന്ന പോലെ തന്നെ പായൊക്കെ വിരിച്ച് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. പിന്നെ കുതിരപ്പുറത്ത് കറങ്ങുന്ന ആൾക്കാർ, പിന്നെ ഈ വെള്ളത്തിൽ കുളിക്കുന്നവരൊന്നുമില്ല, ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കുന്നവർ, വണ്ടി കഴുകുന്നവർ, കുതിരപ്പുറത്ത് വെള്ളത്തിൽ പോയി നിൽക്കുന്നവർ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്. പട്ടാളക്കാരും ഉണ്ട്. ഇത് ഈ നദിയുടെ അപ്പുറത്തും ഇപ്പുറത്തും ചെറുതും വലുതുമായുള്ള ധാരാളം റിസോർട്ടുകളും ഇഷ്ടംപോലെ ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി പഹൽഗാമിലേക്ക് വന്നത് ആ വഴിയാണ്. നമ്മളിപ്പോൾ തിരിച്ചു പോകുന്നത് വേറെ ഏതോ വഴിയാണ്. ഓ, ഋഷി എവിടെ? പഹൽഗാമിലാണോ? എനിക്ക് വയ്യ. പഹൽഗാമിലെ വെള്ളത്തിൽ നിൽക്കുകയാണ് ഋഷി. നോക്കൂ, ഇവിടെ ലോക്കൽ ടൂറിസ്റ്റുകളാണ് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. പല സ്ഥലത്തും വളരെ അപൂർവം വണ്ടികൾ മാത്രമാണ് ഡൽഹി, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത്. ടൂറിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അമർനാഥ് യാത്ര തുടങ്ങുമ്പോഴത്തേക്കിനും തീർത്ഥാടകരും ഇഷ്ടംപോലെ വന്നു തുടങ്ങും. ഋഷി കുതിരപ്പുറത്ത് കയറുമോ? കുതിരപ്പുറത്ത് കയറണോ? വേണോ പറഞ്ഞിട്ട് അത് സ്പീഡിൽ പോവടാ. എടാ അത് സ്പീഡിൽ പോവത്, അത് ഭയങ്കര സ്പീഡായിരിക്കും. നീ വീഴും. നീ പേടിന്ന് പറയുവോ? ഇവൻ അതിന്റെ മേളിൽ കൂടെ അങ്ങോട്ടൊക്കെ പോവും. അതിനൊക്കെ പോണോ നിനക്ക്? ഡർ ലഗ്താ ഹൈ. വേണോ?
ചുമ്മാ കയറി ഇരിക്കണമെങ്കിൽ കയറി ഇരിക്കാം ഇരിക്കുവോ अरे दिल करता है और पहला वाह वाह उसको डर लगता है जाने के डर लगता है हाँ कुदिरा वाह ദേ വെള്ള കുതിര വരുന്നുണ്ട് അതിന്റെ മേളിൽ ഇരിക്കും ഋഷി അപ്പൊ ഫോട്ടോ എടുത്തു തരാം കേട്ടോ കേട്ടോ ഇല്ല ഫോട്ടോ എടുക്കാം കേട്ടോ ആ ബാ ഹായ് തൊടണോ കുതിരേനെ തൊട്ടെ തൊടെ തൊടെ ആ തൊട്ട് ഇരിക്കും ഇവിടെ ഇരുന്നോ കേട്ടോ അപ്പൊ ഫോട്ടോ എടുത്തുതരാം ഒന്നും ചെയ്യൂല അവിടെ ഇരുന്നോ അവിടെ പിടിച്ചിരുന്നു ഇതാര് കുതിരപ്പുറത്തിരിക്കുന്ന ഋഷിക്കുട്ടനെ കണ്ടോ വാ ഇതാരെ എവിടെ ഇരിക്കുന്നേ എനിക്ക് വയ്യ കുതിരനെ ഓടിക്കോ ഇല്ല ഒരു പേടിയില്ലാതെ ഋഷി ഇരിക്കുന്നുണ്ടോ കുതിരയുടെ പുറത്ത് എന്തോട് ഒരു പേടിയില്ല നോക്കിയ നമ്മുടെ മോൻ ഡെവലപ്പായി ഒന്നും ചെയ്യൂല കേട്ടോ കുതിരപ്പുറത്തിരിക്കുന്ന ഋഷിക്കുട്ടനെ കണ്ടോ ഹലോ പറയൂ ഋഷി ആ കേട്ടോ അവൻ ഹലോ പറയൂ പേസ് പറ പേടിയായി ഗൈസ് ഒന്ന് പേടിച്ച് മതിയോ അപ്പാ ഒന്നും ചെയ്തില്ല കേട്ടോ താങ്ക് യു അവര് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു ഋഷി ഹാപ്പിയായി കുറെ നാൾക്ക് ശേഷം താങ്കൾ മാനുവൽ ഡ്രൈവിംഗിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അത് മാത്രമല്ല മറന്നു പോരുത് മാനുവൽ ആണെന്ന് വണ്ടിയുടെ മുതലാളിയെ പിടിച്ച് പുറയിലോട്ട് തെറ്റി ഞങ്ങൾ വണ്ടി കൈക്കലാക്കിയിരിക്കുകയാണ് എക്കോസ്പോർട്ട് കഴിഞ്ഞിട്ട് MG ഹെക്ടർ മാനുവൽ ആയിരുന്നു പിന്നെ ഹാരിയർ വാങ്ങിച്ചപ്പോഴാണ് ഓട്ടോമാറ്റിക് ഓടിച്ചു തുടങ്ങിയത് പിന്നെ അതിന്റെ സുഖം അങ്ങ് പിടിച്ചു നമ്മളങ്ങനെ തിരിച്ച് ശ്രീനഗറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടനാട്ടിലെ പോലെയുള്ള നെൽപ്പാടങ്ങൾ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ശ്രീനഗർ കശ്മീർ താഴ്വര അതെന്താ സംഭവം എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല കാരണം കുട്ടനാട്ടിൽ പോലും ഇത്രയും നെൽകൃഷി ഞാൻ കണ്ടിട്ടില്ല അത്രയധികം നെൽകൃഷിയാണ് ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ കണ്ടത് എന്തായാലും നമ്മളിപ്പോൾ ആ ഒരു തിരിച്ച് വന്ന് ഹൈവേയിൽ കയറി ആ ഹൈവേയിലൂടെ ഒരു 50 കിലോമീറ്റർ കൂടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വി വിൽ റീച്ച് ശ്രീനഗർ അങ്ങനെ ഞങ്ങൾ ശ്രീനഗറിലെത്തി ശ്രീനഗറിൽ ഞങ്ങൾ പണ്ട് വന്നപ്പോൾ താമസിച്ച അതേ ഹോം സ്റ്റേ അവിടെ തന്നെ പക്ഷെ അത് ആ വീട്ടിലായിരുന്നു ഇവർ ഓൾറെഡി ഇവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ സംഭവം അറിയില്ല ഋഷ ഉറക്കമെല്ലാം കഴിഞ്ഞോ ആ നമ്മൾ പക്ഷെ ഈ വീട്ടിലല്ലേ താമസിച്ചത് ഇവിടെ ഈ മതിലൊന്നും ഉണ്ടായിരുന്നില്ല ഇല്ല ആണോ ഇതിന്റെ പുറകിൽ നമ്മൾ താമസിക്കുന്നേ അത് ശരി ഞങ്ങൾ വന്നപ്പോൾ താമസിച്ചത് ഈ വീട്ടിലാണ് ഒരു ബക്ഷി എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു Airbnb ആയിരുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ പുറകിൽ ഇതുള്ളല്ലോ സംഭവം ഇതൊരു ഹോം സ്റ്റേ കേട്ടോ Airbnb ശ്രീനഗറിലെ ഒരു Airbnb അങ്ങനെ രാത്രി 8:30 മണി ശ്രീനഗർ പട്ടണം നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ജോഷ്ന ആ തിരുമുഖം ഒന്ന് കണ്ടോട്ടെ ഹായ് ഹൗ ആർ യു യെസ് ജോഷ്ന വർക്ക് കാരണം നമ്മളോട് കൂടിയില്ല എന്നാണ് പറയുന്നത് വർക്കായിരുന്നോ മടിയായിരുന്നോ നമുക്കറിയില്ല ശ്രീനഗർ നഗരം രാത്രിയിൽ കണ്ടാ പറയോ ഇവിടെ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുള്ളൊരു സ്ഥലമാണെന്ന് ശ്രീനഗർ ആകെ മാറി കേട്ടോ ഇവിടെ എന്ത് ഭംഗിയാന്നറിയോ ഇവിടുത്തെ ഏരിയാസൊക്കെ ഇപ്പോൾ രാത്രി കാണാനായിട്ട് ഇത് കണ്ടില്ലേ ഇതൊക്കെ ഇവിടുത്തെ പഴയ കെട്ടിടങ്ങളും മറ്റു പരിപാടികളൊക്കെയാണ് നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രശസ്തമായിട്ടുള്ള ആദൂസ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഈ കാണുന്നതാണ് ആദൂസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഇവിടെ ഹോട്ടലും ഉണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ മേളിൽ റൂംസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇത് ഇവിടുത്തെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ആണ് ഇത് എന്ത് പ്രൈസ് ആയത് എൻ്റെ പൊന്ന് ഇത് നോക്കി ഒരു മട്ടൺ ഡിഷൊക്കെ 700 രൂപ 500 രൂപ 500 രൂപ 600 രൂപ വലിയ ക്വാണ്ടിറ്റിയാ ചിക്കൻ ഡിഷ് എല്ലാം ഒരു 600 രൂപ ഇവിടെഞ്ഞ കത്തിയാണ് കേട്ടോ നോക്കി ഇവിടുത്തെ സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയും വില പോലെ തന്നെ കേട്ടോ ഒരു ലോഡ് ചിക്കൻ ഫ്രൈഡ് റൈസ് പിന്നെ കറിയുടെ ഒക്കെ ക്വാണ്ടിറ്റി ഉണ്ടല്ലേ കറി അതെന്തോ ഒരു ചിക്കൻ കറി പിന്നെ എന്തോ പറഞ്ഞു തരാമേ ഞങ്ങളൊരു കടായി ചിക്കനാണ് പറഞ്ഞത് കടായി ചിക്കൻ എന്ത് ഭംഗിയോടെ കൊണ്ട് വെച്ചേക്കുന്നത് നോക്കി സവാളയും ക്യാപ്സിക്കും ഒക്കെ ഇട്ടിട്ട് ബോൺലെസ് കടായി ചിക്കൻ അടിപൊളിയല്ലേ ഇവരെ കശ്മീരി മുളക് പൊടി തന്നെ എല്ലാത്തിനും ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു അതാണ് കളർ എല്ലാത്തിനും കളറേ ഉണ്ടാവുള്ളൂ എരിവ് ഉണ്ടാവില്ല
ഞങ്ങൾ രാവിലെ 4 പേര് കഴിച്ചത് 1400 രൂപ ആയിരുന്നെങ്കിൽ ഇവിടെ ഞങ്ങളിപ്പോൾ 4 പേര് കഴിച്ചത് 4000 രൂപയായി. അതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് കുറച്ച് എക്സ്പെൻസീവാണ്. പിന്നെ താഗൻ ഇവിടെയൊക്കെ കുറച്ച് ഫുഡ് ലഡാക്കും കാശ്മീരൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ്. അങ്ങനെ രാത്രി 10 മണി നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങി. ഇവിടുത്തെ തിരക്കിനൊരു കുറവില്ലല്ലോ. ഇവിടുത്തെ ലാൽ ചൗക്ക് എന്ന് പറഞ്ഞൊരു ഏരിയ ആണിത്. ഇത് ഇവിടുത്തെ ഒരു പെഡസ്ട്രിയൻ സ്ട്രീറ്റ് ആണ്. അത് അടച്ചു ഉണ്ടല്ലേ. നല്ല അടിപൊളിയാണല്ലോ സംഭവം. നമ്മൾ കശ്മീരിൽ നമ്മൾ താമസിക്കുന്ന മുറിയിൽ തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മുറി എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല ചൂടാണ്. ഇവിടെ AC ഇല്ല, ഫാൻ ഇട്ട് കിടന്നുറങ്ങേണ്ടി വരും, വേറെ ഒന്നും ചെയ്യാനില്ല. സോ ദിസ് ഈസ് ദ റൂം. ഇന്ന് ഭയങ്കര ടയർഡാണ്. ഇന്ന് കുറേ യാത്ര ചെയ്തു. ഇനിയിപ്പോൾ നാളെ നമുക്ക് ഇവിടെ നിന്ന് ലഡാക്കിലേക്ക് പോകണം. ലഡാക്കിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ പോകാത്ത കുറേ സ്ഥലങ്ങളുണ്ട്, അതൊക്കെ കാണണം. കുറച്ച് ഐസ് മഞ്ഞ് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അതൊന്നും എടുത്ത് എൻ്റെ മോനെ കൊണ്ട് കാണിക്കണം ആഗ്രഹമുണ്ട്. അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. എന്തായാലും പഹൽഗാം വീഡിയോ അവസാനിപ്പിക്കുന്നു. സി യു വിത്ത് അനദർ വീഡിയോ.